ഒരുവൻ്റെ അസാധാരണമായ വളർച്ച കണ്ടാൽ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് മായം കലർന്നിരിക്കുന്നു. മായമുള്ള പാലാണ് അവൻ കുടിക്കുന്നത്. ഞാൻ പാല് കുടിക്കുന്നു, അവന് പാല് കുടിക്കുന്നു. ഞാൻ മായമില്ലാത്ത പാല് കുടിക്കുന്നു, അവൻ മായമുള്ള പാല് കുടിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും വേർവിട്ടിരിപ്പീൻ. അവനുമായി അടുത്തടുത്ത് പോകുന്തോറും അവൻ വലിച്ചു കുടിക്കുന്ന കലർപ്പുള്ള മായമുള്ള പാല് നമ്മുടെ പേരും വലിച്ചെടുക്കുവാനിടയാകും. നമ്മളും അതുപോലെ വളരും, അല്ലേ? നമ്മുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ അടഞ്ഞു പോകുവാനിടയാകും. ഈ സന്ദേശം വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ഗ്രഹിക്കണമേ. ഈ അന്ത്യകാലഘട്ടത്തിൽ അധികം ദൈവമക്കൾ ലോകവുമായി വളരെ ബന്ധം സ്ഥാപിച്ച് ലോകത്തിൽ വ്യവസ്ഥയ്ക്ക് മീതെ അധികം സമ്പത്തും മാനവും പ്രശസ്തിയും നേടുവാൻ കഴിയുന്ന അളവിലുള്ള ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേക വാതിലുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ വിശദീകരിച്ചും വിശകലനം ചെയ്തുകൊണ്ടും നാം ദൈവം മുൻപാകെ ക്ഷമയോടെ സഹിഷ്ണുതയോടുകൂടെ ഈ കാലങ്ങളെ നീക്കി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസാധാരണമായ വളർച്ച ഒരുവനിൽ കാണുമ്പോൾ കർത്താവെ അവനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കിടന്ന് പിച്ചിമ്പയും പറയാതെ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്നതിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾ നിമിത്തം അടുത്ത ഒരുത്തനോ മുമ്പിലോ പിൻപിലോ പുറകെ ഉള്ളവനോ ഒരു ദോഷം വരുവാൻ ഇടയാകാതെ നിങ്ങളെ നിയമിച്ചാക്കിയ സ്ഥലത്ത് തന്നെ വളർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് തന്നെ വളർന്ന് നിങ്ങളാൽ ആവോളം കഴിവതും നൽഫലം പുറപ്പെടുവിപ്പാൻ തയ്യാറായാൽ യജമാനൻ്റെ കളപ്പുരയിൽ അവൻ നിങ്ങളെ സൂക്ഷിക്കും. അല്ലെങ്കിൽ പ്രശ്നം, നമ്മൾ ഒത്തിരി വളർന്ന് പൊങ്ങി ഫലവും പുറപ്പെടുവിച്ചു, കളത്തിൽ ചെന്നു, അവിടെ വീശുമുറം കയ്യിലുണ്ട്. ആ വീശുമുറം വെച്ച് വീശുമ്പോൾ പതിരെല്ലാം പറന്നു പോകും. പിന്നെയോ അതിനെ കൂട്ടിവാരി തീയിലിട്ട് ചുട്ടുകളയും.